ഇനിയിപ്പോൾ ബ്രിട്ടാസ് ലുങ്കി എല്ലാം മുണ്ടാണെന്നെങ്കിൽ ബ്രിട്ടാസ് ക്ലാരിഫൈ ചെയ്യട്ടെ. ഞാൻ ലുങ്കി എല്ലാം മുണ്ടാണ് കൊടുക്കുന്നത്. അപ്പൊ എന്നെ ഞാൻ മുണ്ടെടുക്കുമ്പോ എന്നെ ലുങ്കി വാല ഞാൻ റേസിസ്റ്റുമായിട്ട് കാണുന്നത്. വിഡ്ഢിത്തരമാണ്, അത്രേ ഉള്ളൂ. പറയുന്ന ആൾക്കാര് വിഡ്ഢിയാണ്, അത്രേ ഉള്ളൂ. ഈ നാടിന്റെ നാഷണൽ പാട്ടും നാഷണൽ ആന്തം പാടാൻ എന്തിനാണ് വിഷമം? എനിക്ക് ഇതുവരെ ആരും ഒന്നും അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നില്ല. മുസ്ലിം ലീഗിന് ഒരു വിഷമം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്, എന്താണ് വിഷമം? നമ്മളെല്ലാവരും ഇന്നലെ പാർലമെന്റിൽ ഒരു കേരളത്തിൻ്റെ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു ദിവസമായിട്ട് കേരളം ബിൽ പാസ്സാക്കുന്ന കാഴ്ചയെല്ലാം നമ്മൾ കണ്ടു. പാർട്ടിക്ക് അതിനെക്കുറിച്ച് വളരെ അഭിമാനമുണ്ട്. കാരണം ഒരു 2 കൊല്ലം മുമ്പേ ഈ ഒരു വിഷയം BJP ഒരുമിച്ച് നമ്മൾ എല്ലാ പ്രവർത്തകരുടെ ഒരു റിക്വസ്റ്റായിട്ട് ഞങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്ക് ഒരു കത്ത് അയച്ചപ്പോൾ ഇത് ഇത്ര വേഗം നടക്കും എന്ന് ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് നടന്നു. അത് മാത്രമല്ല, പാർലമെൻറ്റിൽ അത് വന്ന് ഹോം മിനിസ്റ്റർ വന്ന് അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അത് പാസ്സാക്കി. അപ്പോൾ അതിൽ വളരെ സന്തോഷം ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ട്. മാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ കൾച്ചറൽ, സോഷ്യൽ, സാംസ്കാരിക, സാഹിത്യകാർ, സാധാരണ മലയാളികളെല്ലാവരും ഇതിനെ വെൽക്കം ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു, അഭിനന്ദിക്കുന്നു, ആഘോഷിക്കുന്നു. ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷം മാത്രമല്ല, ഒരു അഭിമാനമുണ്ട്. ഇത് ഞങ്ങൾ ഈ ഒരു വലിയ ഒരു മൈൽ സ്റ്റോൺ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ വലിയൊരു മൈൽ സ്റ്റോൺ, ഞങ്ങൾ ഇതിൻ്റെ ഭാഗമാവാൻ ഞങ്ങൾക്കൊരു അവസരം കിട്ടി. അതിൽ തന്നെ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. പക്ഷേ അതിൻ്റെ ഒപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നലെ ഈ ബില്ല് പാസ്സാക്കുമ്പോൾ LDFും UDFിൻ്റെ MPമാർ ഉണ്ടായിരുന്നില്ല, ബോയ്ക്കോട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ഈ കേരളം ബിൽ, ഇതിലൊരു രാഷ്ട്രീയമില്ല. ഇത് നാടിൻ്റെയും നാട്ടുകാരുടെ ആവശ്യമായ ഒരു ബില്ലാണ്. എന്നിട്ടും കോൺഗ്രസിനും CPMനും പിന്തുണയ്ക്കാനോ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു താല്പര്യമോ ഒരു മോട്ടിവേഷൻ നമുക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞില്ല. അതേസമയം മദനീനെ കുറിച്ച് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കാൻ രണ്ടുപേരും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് രാഷ്ട്രീയം ചെയ്യും. SIR റിവിഷൻ, ഡെമോക്രസിയും ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, അതിനെക്കുറിച്ച് ഒരുമിച്ച് റെസൊല്യൂഷൻ പാസ്സാക്കാൻ ഒരുമിച്ച് അവർ പ്രവർത്തിക്കും. ഈ രണ്ട് പാർട്ടിയും ഇവരുടെ ചരിത്രം ശരിക്കും നമ്മൾ പരിശോധിക്കല്ല, മനസ്സിലാക്കണം. നാട്ടുകാരുടെ വിഷയങ്ങൾ, നാടിനെ നന്നാക്കുന്ന വിഷയങ്ങൾ പാർലമെൻറ്റിൽ വലിയ ചർച്ചാ വിഷയമാവുമ്പോൾ അതിനൊന്നും പിന്തുണയ്ക്കാൻ ഇവർ ഉണ്ടാവില്ല. പക്ഷേ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ടു പ്രോപ്പർട്ടി കൊടുക്കുന്ന ഒരു ബിൽ വരുമ്പോൾ, വഖഫ് അമെൻമെൻറ്റ് ആക്ട് വരുമ്പോൾ ഒരുമിച്ച് അവർ രാഷ്ട്രീയം ചെയ്യും. അപ്പോൾ ഇത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഞങ്ങൾ ആദ്യം മുതൽ പറയുന്നതാണ്, രാഷ്ട്രീയം നാടിനെ നന്നാക്കാനും നാട്ടുകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവണം. വിവാദങ്ങൾ മാത്രം, പവർ പോളിറ്റിക്സ് ചെയ്യുന്ന രാഷ്ട്രീയം മാത്രം ചെയ്ത് നടക്കുന്ന ഈ 2 പൊളിറ്റിക്കൽ പാർട്ടീസിനെ എക്സ്പോസ് ചെയ്യാൻ. ഇത് മാത്രമല്ല, ഇവിടെ യുവാക്കളുടെ സമരം 2 പേരും ഒരുമിച്ച് സമരം ചെയ്യുന്നു. പക്ഷെ അവിടെ PSC, നമ്മുടെ നാട്ടിൽ നടക്കുന്ന PSC സമരം, എത്ര കൊല്ലമായിട്ട് യുവാക്കളുടെ തൊഴിലില്ലായ്മേൻ്റെ പ്രശ്നം,
അതിനൊന്നും പരിഹരിക്കാനോ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇവർക്ക് രണ്ട് പാർട്ടിക്കും സമയവുമില്ല, താല്പര്യമില്ല. അപ്പോൾ ഇന്നലെ ഒരു നല്ല ദിവസമായിരുന്നു. എല്ലാവരും ഒരുമിച്ച് പാസ്സാക്കേണ്ട ഒരു ബില്ലായിരുന്നു അത്. ഗോഡ്സ് ഓൺ കൺട്രി, നമ്മുടെ നാട് കേരളത്തിൻ്റെ പേര് കേരളം ആക്കുന്ന സമയത്ത് എൻ്റെ ഒരു പ്രതീക്ഷയായിരുന്നു ഇതിലൊരു പോളിറ്റിക്സും ഇല്ല. UDF, LDF, NDM എല്ലാം ഒരുമിച്ച് ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഈ പേര് മാറ്റുന്ന ഒരു നിയമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ. പക്ഷേ നമ്മൾ ഇന്നലെ കണ്ടത് അവരെ പഴയ പവർ പോളിറ്റിക്സും അവസരവാദ രാഷ്ട്രീയം ഇന്നലെ കണ്ടു. ഇതന്നെ അവർ ചെയ്യുന്നു. ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നലെ തന്നെ ജോൺ ബ്രിട്ടാസ് എംപിക്കെതിരെ ഈ ലുങ്കിവാല പരാമർശവുമായി കേരളത്തിനെയും അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയെ ആകെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശമാണ് എന്നൊരു വിമർശനമാണ്. BJP അതിനെങ്ങനെയാണ്? അല്ല, അത് എന്നെ കുറിച്ച് ജയറാം രമേശും പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ലുങ്കിവാലയാണെന്ന്. പരാമർശം എന്താണ്? അതാ ജയറാം രമേശ് ഒരു വിഡ്ഢിയാണ് അഭിപ്രായം പറഞ്ഞു. ഞാൻ എന്തിനാണ് റിയാക്ട് ചെയ്യുന്നത്? അത് എന്നോടും പറഞ്ഞതല്ലേ. അപ്പോൾ എന്താ ഞാൻ ചെയ്യുന്നത്? ഞാൻ എൻ്റെ മുണ്ടെടുക്കുന്നു, ഞാൻ എൻ്റെ വർക്ക് ചെയ്യുന്നു. അവരുടെ അഭിപ്രായം. ഇനിയിപ്പോൾ ബ്രിട്ടാസ് ലുങ്കി എല്ലാം മുണ്ടാണെന്നെങ്കിൽ ബ്രിട്ടാസ് ക്ലാരിഫൈ ചെയ്യട്ടെ. ഞാൻ ലുങ്കി എല്ലാം മുണ്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്നെ ഞാൻ മുണ്ടെടുക്കുമ്പോൾ എന്നെ ലുങ്കി വാല ഞാൻ റേസിസ്റ്റുമായിട്ട് കാണുന്നത്. വിഡ്ഢിത്തരമാണ്, അത്രേ ഉള്ളൂ. പറയുന്ന ആൾക്കാർ വിഡ്ഢിയാണ്, അത്രേ ഉള്ളൂ. ഒരു വിഡ്ഢിത്തരം എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടീൻ്റെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒന്നുമല്ല. ജയറാം രമേശും വിഡ്ഢിയായിരുന്നു, ഈ ലുങ്കിവാല പറഞ്ഞ എംപിയും വിഡ്ഢിയാണ്, അത്രേ ഉള്ളൂ. നമ്മൾ ഇതെല്ലാം ചർച്ച ചെയ്യുമ്പോൾ ആരും എന്തു കഴിക്കുന്നു, എന്ത് മുണ്ടെടുക്കുന്നു, ഏത് പജാമ ഇടുന്നതാണ് ചോദ്യം. ഇതാണോ രാഷ്ട്രീയം? എത്രയോ പ്രശ്നങ്ങളില്ലേ നമ്മുടെ നാട്ടിന് മുമ്പിൽ? അതല്ലേ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്? അല്ല, ഞാൻ പറയാം, ഇത് നമ്മൾ ഞാൻ ആദ്യം മുതൽ പറഞ്ഞത്, നമ്മൾ ഈ വിവാദത്തിന്റെ വാല് പിടിച്ച് ഇങ്ങനെ ഓടുന്ന സാഹചര്യത്തിൽ എനിക്ക് പങ്കെടുക്കാൻ ഒരു താല്പര്യമില്ല. എന്നോട് ചോദിക്കേണ്ട, അത് വേണമെങ്കിൽ വേറെ ആരോട് പോയി ചോദിച്ചോ. എനിക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാനോ സമയം കളയാൻ ഒരു താല്പര്യമില്ല. ഇനി പറയാം. ഈ വന്ദേമാതരം പൂർണ്ണമായി കോൺഗ്രസ് പാടണമെന്നുള്ളതാണ് നിർദ്ദേശം. ചെങ്കോട്ടയിൽ ആദ്യമായിട്ട് വന്ദേമാതരം പാടുന്നത്. പിന്നെ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത് സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യുമെന്നുള്ളത് കാണാമെന്നുള്ളതാണ്. അത് പാടുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും പാടില്ല. നിയമം പാസ്സാക്കിയത് പാർലമെന്റാണ്. വന്ദേ മാതരത്തിന്റെ നിയമം പാസ്സാക്കിയത് പാർലമെന്റാണ്. ഇനിയിപ്പോൾ ആര് ചെയ്യുന്നു നമുക്ക് കാണാം. നാഷണൽ സോങ്, നാഷണൽ ആന്തം പാടാൻ ആർക്കും ഒരു വിഷമം ഉണ്ടാവാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ ഇന്ത്യൻസ് ആണ്, ഭാരതീയനാണ്. അപ്പോൾ ഈ നാടിൻ്റെ നാഷണൽ പാട്ടും നാഷണൽ ആന്തം പാടാൻ എന്തിനാണ് വിഷമം? എനിക്ക് ഇതുവരെ ആരും ഒന്നും അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നില്ല. മുസ്ലിം ലീഗിന് ഒരു വിഷമം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്, എന്താണ് വിഷമം? അത് നിങ്ങൾ ചോദിക്കൂ.